എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ പുഴയും കടന്ന സീരിയലിലെ അരവിന്ദൻ്റെയും മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഗംഗയും കൂട്ടിക്കൊണ്ട് വിനീത തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര പോയിരിക്കുകയാണ്. ആ യാത്രയിൽ ബേബിച്ചനും സലീമയ്ക്കും എല്ലാവരും ഉണ്ട്. പക്ഷേ യാത്ര ഗംഗയ്ക്ക് ഒട്ടും അത്ര എൻജോയബിൾ ആയിരുന്നില്ല. പക്ഷേ വിനീത് ബേബിച്ചേട്ടനും സലീമയ്ക്കായിട്ടൊക്കെ നല്ലോണം യാത്ര ആസ്വദിക്കുന്നുണ്ട്. അതിനുശേഷം അവർ ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറുന്നുണ്ട്. അവിടെ കയറുന്ന സമയത്ത് ഫുഡിൻ്റെ മെനു കാർഡ് കാണുമ്പോൾ തന്നെ വിനീത് സാധാരണ അപേക്ഷിച്ച് നല്ല റേറ്റാണ് ഫുഡിനൊക്കെ അവിടെ പറയുന്നത്. ഗംഗയ്ക്ക് നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് മേടിച്ച് കൊടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവിടെ കയറിയത്. പക്ഷേ ബില്ല് കാണുമ്പം ബേബിച്ചാൻ്റെ അടുത്ത് പറയും, ബേബിച്ചായ ഭയങ്കര ബില്ലാണല്ലോ എന്ന് പറയും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറയും. അപ്പോൾ ഗംഗയെടുത്ത് പറയും, ഗംഗ നമ്മളിവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, കുറേ നേരം കൊണ്ട് നമ്മളിവിടെ ഇരിക്കുമില്ലേ, വേറെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറയും. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് വിനീതേട്ടാന്ന് പറയും. നമുക്കിപ്പോൾ തന്നെ കഴിക്കാമെന്ന് പറയും. അങ്ങനെ വേറൊരു റെസ്റ്റോറൻറ്റിൽ കയറുകയാണ്. വിനീതിൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ലെന്നുള്ള കാര്യം ഗംഗയ്ക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് വിനീത് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ. അപ്പം ബേബി ചേട്ടൻ പറയും, അതാ മോളെ ഇവിടെ ഇരുന്നാൽ ഇപ്പോഴെങ്കിലും ഫുഡ് കിട്ടത്തില്ല, നമുക്ക് ഏതെങ്കിലും ചെറിയ തട്ടുകടയിൽ നിന്നെങ്കിലും നല്ല ഫുഡ് കഴിക്കാമെന്ന് പറയും. അങ്ങനെ വേറൊരു ഹോട്ടലിൽ കയറി. അത്യാവശ്യം ഫുഡൊന്നും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും അവരുടെ കയ്യിലുണ്ടായിരുന്ന പൈസയ്ക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. ആ ഫുഡ് കഴിച്ചതും ബേബിച്ചായൻ അങ്ങ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബേബിച്ചായൻ അങ്ങ് ഛർദ്ദിക്കാനായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം അവർ ഫുഡ് കഴിച്ചിട്ട് കാറിൽ കയറുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബേബിച്ചായൻ ഇങ്ങനെ ഛർദ്ദിക്കാനായിട്ട് വരികയാണ്. എന്തു പറ്റി ബേബിച്ചേട്ടാ, എനിക്കങ്ങ് ഛർദ്ദിക്കാൻ വരുന്നതെന്ന് പറയും. ഇവരെല്ലാവരും അങ്ങ് എൻജോയ് ചെയ്തായിരുന്നു യാത്ര. അതിനുശേഷം വാള് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അങ്ങ് കാറിനകത്ത് ഇരുന്നുകൊണ്ട് അങ്ങ് പുറത്തോട്ടങ്ങ് ഛർദ്ദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഗംഗയ്ക്ക് മൊത്തത്തിൽ യാത്ര അങ്ങ് അസ്വസ്ഥതയായിരുന്നു. ഇതും കൂടി ആയപ്പോഴത്തേക്ക് തന്നെ അങ്ങ് വല്ലാത്തൊരു മടുപ്പ് അന്തരീക്ഷമായി. അതിനുശേഷം സലീമക്ക പറയുന്നുണ്ട്, എടോ തനിക്ക് വാള് വെക്കണമെങ്കിൽ താൻ പുറത്തോട്ട് വാള് വെക്കും, ഇനി വാള് വെച്ചാൽ ആ കൊച്ചിൻ്റെ ദേഹത്തോട്ട് വീഴുമെന്ന് പറയും. അതെനിക്കറിയാമെന്ന് പറയും. അങ്ങനെ ഗംഗയാണെങ്കിൽ മൂക്കും വായും എല്ലാം പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ഗംഗയ്ക്ക് അങ്ങ് ഛർദ്ദിക്കാനായിട്ട് അങ്ങ് വൊമിറ്റിങ് ഒരു ടെൻഡൻസി അങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വിനീതിന് മനസ്സിലാവുന്നുണ്ട് ഗംഗയ്ക്ക് വലിയ ബുദ്ധിമുട്ടായി. ആദ്യമായിട്ടൊരു യാത്ര വന്നതാണ്, അത് മൊത്തത്തിൽ കുളമായി. ബീച്ചിൻ്റെ അടുത്ത് വെച്ച് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ പിന്നെ ഇങ്ങനെ എന്തായാലും ഒരു കൊള്ളാത്ത യാത്രയായിപ്പോയി. അങ്ങനെ എല്ലാവരും കൂടി തിരിച്ച് വീട്ടിൽ വരുവാണ്. വീട്ടിൽ വരുന്ന സമയത്ത് ഗംഗയും വിനീതിനെയും കാണുമ്പോൾ ഗംഗയുടെ മുഖം ഒട്ടും പ്ലസൻ്റ് അല്ലായിരുന്നു. വിനീതുമായിട്ട് വന്ന് കയറി, എങ്ങനെ ഉണ്ടായിരുന്നു മോനെ യാത്രയൊക്കെ? കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് എന്താ ഗംഗ നമ്മുടെ മുഖത്ത് തെളിച്ചില്ലാത്തത്? അത് യാത്രയൊക്കെ ചെയ്തു വന്ന ക്ഷീണം കൊണ്ടാണെന്ന് പറയും. അങ്ങനെ ഗംഗ മുത്തശ്ശി പറയും, എന്തായാലും പോട്ടെ, എന്തായാലും എവിടെയൊക്കെ പോയി എന്ന് പറയും. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയെന്ന് പറയും. ഞാൻ കരുതി 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വരുത്തോളായിരുന്നെന്ന്. എന്തായാലും പോട്ട്, നല്ലൊരു യാത്രയായി. ഇപ്പോഴല്ലേ യാത്രയൊക്കെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഒരു കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്ര ചെയ്തൊക്കെ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോഴേ ഗംഗ ഒന്നിങ്ങനെ മുത്തശ്ശി നോക്കുന്നുണ്ട്. നീ എന്തിനാ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്? ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്, ഒരു കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ സന്തോഷത്തോടെ യാത്രയൊക്കെ പോകാൻ പറ്റുമോ? പിന്നെ കുടുംബമായി, പ്രാരാബ്ദങ്ങളായി, ഇപ്പോഴാകുമ്പോൾ നിങ്ങൾ ഫ്രീ ഇല്ലേ എന്നൊക്കെ പറയും. അപ്പോഴേ ഗംഗ അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഗംഗ ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ്. ഉടനെ ശാരദ പറയും, നിങ്ങൾക്ക് ആഹാരം എടുക്കട്ടെ എന്ന് പറയും. വേണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചെന്ന് പറയും. എങ്കിൽ ശരി, പോയി കിടന്ന് പറയും, എനിക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് പറയും. മുത്തശ്ശി ചോദിക്കും, എടാ നീ ഗംഗയെടുത്ത് നല്ലോണം സംസാരിച്ചോ, അവളെങ്ങനെയുണ്ട്, ബെരിങ്ങിയോ എന്നൊക്കെ ചോദിക്കും. കുഴപ്പമില്ല എന്നൊക്കെ പറയും. അതിനുശേഷം നമ്മുടെ റൂമിലോട്ട് വന്നു കഴിയുമ്പോൾ ഗംഗ സഹോദരിമാരൊക്കെ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു ഗംഗ ചേച്ചി യാത്രയൊക്കെ? വലിയ കുഴപ്പമില്ലായിരുന്നു പറയും. എന്നാലും നിങ്ങൾ ടൂർ പോകുമെന്ന് പറഞ്ഞെങ്കിൽ ഞാനും കൂടി വരത്തില്ലായിരുന്നൊക്കെ നിള പറയും. ശരിയാ, നിൻ്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം പൂർത്തിയായിരുന്നു. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ഒറ്റയ്ക്കല്ലായിരുന്നു മോളെ യാത്ര, ബേബി ചേട്ടനും സലീമിക്കയും എല്ലാം ഉണ്ടായിരുന്നു പറയും. അപ്പോൾ യമുന പറയും, അയ്യേ എല്ലാവരും കൂടിയായിരുന്നു യാത്ര പോയത്, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം യാത്ര പോകുമ്പം. അതേ, ഒരു ഗ്രൂപ്പ് യാത്രയായിരുന്നു പറയും. അപ്പോൾ അത് ഗംഗയെ വിളിക്കാനായിട്ട് റൂമിലോട്ട് വരുന്ന വിനീത് അത് കേൾക്കുകയാണ്. അപ്പോഴത്തേക്ക് വിനീതിനങ്ങ് ഫീൽ ചെയ്യും. കാരണം ഗംഗ ആഗ്രഹിച്ചത് വിനീതോട്ട് ഒറ്റയ്ക്കൊരു യാത്ര പോകണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതെല്ലാവരും കൂടി ചേർന്ന് ഗ്രൂപ്പ് യാത്രയാണ്. അപ്പോഴും വിനീത് മനസ്സിൽ പറയുന്നുണ്ട്, പരിചയമില്ലാത്തൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മൾ പരിചയമുള്ളവരെയും കൊണ്ടല്ലേ പോകേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ അവരെല്ലാം കൂടി പോയെന്ന് വിനീത് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഗംഗയ്ക്ക് ആ യാത്ര ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നുള്ള കാര്യം വിനീതിന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിനീതിൻ്റെ വീടാണ്. വിനീതിൻ്റെ സഹോദരി ഗീതയും ഭർത്താവ് ദാസും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്യുകയാണ്, എങ്ങനെയെങ്കിലും ഈ സ്വത്തുക്കളൊക്കെ നിൻ്റെ പേരിലാക്കണം, അതിനുശേഷം ഇതെല്ലാം വിറ്റിട്ട് നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം, ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. അതിനുശേഷം ഗീതയെടുത്ത് പറയും, എങ്ങനെയുണ്ട് നിൻ്റെ അമ്മയ്ക്ക് വല്ല മാറ്റമുണ്ടോ, നീ സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കും. ഞാൻ സംസാരിച്ചു ദാസേട്ടാ, പക്ഷേ ഇപ്പോഴും അവരുടെ മനസ്സ് മുഴുവൻ വിനീത. ആ കല്യാണം നടക്കാതിരുന്നപ്പം ആദ്യം കരുതി അതങ്ങനെ ആകുമെന്ന്. ഇപ്പോൾ പിന്നെ അവളെ തന്നെ, ആ ഗംഗയെ തന്നെ അവൻ കല്യാണം കഴിച്ച് അവിടെ പോയി താമസമാക്കിയപ്പോഴെങ്കിലും ഞാൻ കരുതി ഇതെല്ലാം എൻ്റെ പേര് എഴുതി തരുമെന്ന്. എന്തൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെ കാവൽപ്പെട്ടി കണക്ക് കിടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോഴും അവരുടെ മനസ്സ് നിറയെ അവരുടെ മകനാണെന്ന് പറയും.
എന്ത് വന്നാലും ശരി, എനിക്ക് അധികം നാൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ അമ്മയോട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് നിൻ്റെ പേരിൽ ഇതൊക്കെ എഴുതി തരാൻ പറ. നീ പറഞ്ഞാൽ കേൾക്കത്തില്ല എന്നൊക്കെ പറയും. എന്തായാലും ഞാൻ സംസാരിക്കാം, ചെല്ല്, നീ അധികം സമയമില്ല, നീ സംസാരിക്കാൻ പറയും. ആ സമയത്ത് സുജാത ഇവർ പറയുന്നതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു ഇവരുടെ റൂമിൻ്റെ വാതിലിൻ്റെ പുറകിൽ. പക്ഷേ അതിവർ അറിഞ്ഞില്ല. അപ്പോഴത്തേക്ക് സുജാത പോയാൽ കിടക്കും. അങ്ങനെ ഗീത റൂമിലോട്ട് വരികയാണ്. ആ സമയത്ത് സുജാത കിടക്കുകയാണ്. അമ്മ ഉറങ്ങിയോ? ആ ഇല്ല. എന്താ? അത് അമ്മേ, ദാസേട്ടൻ പറയുമായിരുന്നു. എന്ത്? അല്ല, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. അവിടെ ഇപ്പോൾ ജോലിക്ക് പോകാനും പറ്റത്തില്ല. ഇവിടെ വന്ന് നിന്ന് വെറുതെ നിന്നാൽ എങ്ങനെയാണ്? ജീവിക്കണ്ടായോ? ജീവിക്കണം, വേണ്ടെന്നാലും പറഞ്ഞു. അല്ല, അത് ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യത്തെക്കുറിച്ച് ദാസേട്ടൻ സൂചിപ്പിച്ചായിരുന്നു. തുടങ്ങണം, അവൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങുന്നതിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അതിപ്പോൾ ദാസേട്ടൻ്റെ ബിസിനസ് തുടങ്ങാനുള്ള കാശില്ലല്ലോ. ഇപ്പം ഈ വസ്തുവിൻ്റെയും വീടിൻ്റെയും പ്രമാണം ഒന്ന് കിട്ടിയായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ലോൺ വെച്ചിട്ട് തൽക്കാലം ബിസിനസ് ചെയ്യാം, ലാഭം കിട്ടുമ്പോൾ അങ്ങ് തിരിച്ചെടുത്ത് തരാമല്ലോ. ഇതിപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇനി ഇതെല്ലാം എനിക്ക് തന്നെ വന്നു ചേരേണ്ടതില്ലയോ. ഇപ്പം വിനീതിന് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവൻ്റെ ഭാര്യ വീട്ടിലല്ലേ താമസിക്കുന്നതൊക്കെ സുജാതത്ത് പറയും. സുജാതയ്ക്ക് അങ്ങ് ദേഷ്യം കയറി വരികയാണ്. സുജാത പറയും, അതേ, നീ ഇവിടെ നിൽക്കുന്നത് കൊള്ളാം, നീ നിൻ്റെ ഭർത്താവും കുഞ്ഞും ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ എൻ്റെ സ്വത്തിൽ കണ്ടുവച്ചുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കത്തില്ല. ഞാൻ എൻ്റെ സ്വത്ത് തൽക്കാലം നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല. നിനക്ക് തരാനുള്ളതെല്ലാം തന്ന് തന്നെ നിന്നെ വിവാഹം കഴിപ്പിച്ചയച്ചത്. അല്ലാതെ ഇനി ഇതിനകത്തുനിന്നൊന്നും തരുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. അതിനെ മോഹിച്ചുകൊണ്ട് എൻ്റെ മോൾ ഇവിടെ എനിക്ക് കൂട്ടി നിൽക്കാൻ വേണ്ടെന്ന് പറയാം. അതെന്താ അമ്മ അങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയ്ക്കൊരു വയ്യാഴിക വന്നു കഴിഞ്ഞാൽ ഞാനല്ലേ ഉള്ളൂ. സ്വത്തും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ? അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ? അമ്മയുടെ കൂടെ നിൽക്കേണ്ടേ? ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ വേണ്ടായെന്ന് നോക്കും. എനിക്ക് ആരും കൂട്ട് വേണ്ട, ഞാൻ അനാഥ കണക്ക് ഒറ്റയ്ക്ക് കിടന്നുള്ളതെന്നൊക്കെ പറയും. എന്ത് പറഞ്ഞിട്ടും ഗീത എന്ത് പറഞ്ഞിട്ടും സുജാതയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. ഇതൊക്കെ അകത്ത് നിന്നൊരു ദാസ് കേൾക്കുന്നുണ്ടായിരുന്നു. ദാസ് പെട്ടെന്ന് കള്ളു കുടിച്ച കണക്ക് ഒരു വെട്ടോത്തിയൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് ചാടിത്തുണ്ട് സുജാത എടുത്തോട്ട് വരികയാണ്. നിങ്ങൾക്ക് ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നിങ്ങൾ പഠിച്ചില്ലേ? നിങ്ങളുടെ മോൻ നിങ്ങളെ കളഞ്ഞിട്ട് പോയ സമയത്ത് ഞങ്ങളെ ഉള്ളായിരുന്നു നിങ്ങളെ നോക്കാൻ. എന്നിട്ട് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ വയ്യേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളിലെ വാളൊക്കെ എടുത്ത് ഇല്ല വെട്ടോത്തിയൊക്കെ എടുത്തില്ല വാള് വീശുന്ന കണക്ക് വീശിക്കൊണ്ട് നിൽക്കുകയാണ്. സുജാത പേടിച്ചങ്ങ് നിൽക്കുകയാണ്. ഉടനെ ഗീത വന്നിട്ട് തടയുകയാണ്. നിങ്ങൾ എന്താ ദാസേട്ടായി കാണിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഗീത ദാസിനെ തടയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രഘുരാമൻ്റെ വീടാണ്. രഘുരാമൻ്റെ വീട്ടിലിങ്ങനെ ശിവരാമൻ വരുന്നുണ്ട്. ശിവരാമൻ വന്നിട്ട് രഘുരാമനോട് ചെയ്തു പോയ തെറ്റിനെല്ലാം വന്ന് മാപ്പപേക്ഷയൊക്കെ നടത്തുന്നുണ്ട്. അയ്യോ അച്ഛ, എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റി പോയതാണ്, അപ്പോഴത്തെ ദുർബുദ്ധിക്ക് ഞാൻ ചെയ്തു പോയതാണ്. അപ്പോൾ ചോദിക്കും, ഇനി എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയത്തില്ല, നിൻ്റെ പേരിലുള്ള പവറോപ്പറ്റാനിയുടെ അധികാരമല്ല ഞാൻ തിരിച്ചെടുക്കുക എന്നൊക്കെ പറയും. അങ്ങനെ ശിവരാമൻ കാല് പിടിച്ചൊക്കെ അപേക്ഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അംബികയും മകളും തമ്മിൽ സംസാരിക്കുകയാണ്. ആ സമയത്ത് പറയും, എന്നാലും ശിവരാമൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയും. ഉടനെ അംബിക പറയും, അല്ല, അപ്പോഴത്തേക്കും മോള് പറയും, അത് അയാളുടെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കും, അയാൾക്ക് മുൻപ് തൊട്ട് പണത്തിനോട് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ന് പറയും. എന്നാലും അദ്ദേഹത്തിനോട് ഇങ്ങനൊരു നമ്മുടെ നരൻ തക്ക സമയത്ത് അത് കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ ഇപ്പോൾ എനിക്ക് ജീവനോടെ കാണാൻ പറ്റുമായിരുന്നു ചോദിക്കും. നരൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് മോളെ എനിക്കൊരു വിഷമമെന്ന് ചോദിക്കും. എന്താ അവൻ്റെ ജീവിതം ഇങ്ങനെ ആയി പോവല്ലോ. അന്ന് ആ കല്യാണം നടന്നിരുന്നെങ്കിൽ ഇന്ന് കുടുംബവും കുഞ്ഞുങ്ങളുമായിട്ട് അവൻ താമസിക്കേണ്ട അല്ലാന്ന് ചോദിക്കും. അത് ശരിയാണ്, അന്ന് ചാന്ദിനിയായിട്ടുള്ള വിവാഹക്കാര്യം നമ്മളെല്ലാവരും തീരുമാനിച്ചല്ലായിരുന്നു. എന്നിട്ട് അവൾ എവിടെ പോയെന്ന് പോലും അറിയത്തില്ല. അവളുടെ മിസ്സിങ്ങിൽ ഇപ്പോഴും ഒരു ദുരൂഹതയുണ്ട്. അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റി കാണോ, അതോ അവൾക്ക് എന്ത് സംഭവിച്ചു കാണോ, അതോ ഇനി ജീവനോടോ ഉണ്ടോ, എന്തോ ഒരു ദുരൂഹതയുണ്ട്. അത് അന്നത്തെ ആ എൻക്വയറിക്ക് ശേഷം വിശദമായിട്ട് വിവരങ്ങളും കിട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ അവരമ്മയും മോളും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് നരൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോഴത്തേക്കും നരൻ്റെ മനസ്സിലും ആ ഒരു ഭീതി കയറുന്നുണ്ട്. ഇനി ചാന്ദിനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചായിരിക്കും, അവളുടെ മിസ്സിങ്ങിന് പിന്നിൽ ആരെങ്കിലെങ്കിലും കൈകളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നരൻ സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയും വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.